ഹായ് കൂട്ടുകാരെ, അടുത്ത ചാർട്ടാണ് ബാങ്ക് നിഫ്റ്റി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ചാർട്ടും നോക്കുമ്പോൾ ഏത് ചാർട്ട് നോക്കിയാലും അതിനകത്ത് നിഫ്റ്റിയും പിന്നെ ഏതാണ് ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റിയും ഈ രണ്ട് ചാർട്ടുകളും കൂടി പരിഗണിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ട്രിക്കിനെ കുറച്ചും കൂടി ഉറപ്പിക്കാൻ നമുക്ക് ഈ രണ്ട് ചാർട്ടുകൾ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നിഫ്റ്റിയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയുള്ളൂ ഇവിടെ പറയാൻ. അതായത് നമ്മൾ യെസ് ബാങ്കും ടാറ്റ മോട്ടോഴ്സുമാണ് നമ്മൾ കൂടുതലും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യെസ് ബാങ്കിലോ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിലോ എപ്പോഴെങ്കിലും നല്ലൊരു കയറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അത് തിരിച്ചൊരു പകുതി വരെയെങ്കിലും ഇറങ്ങുന്നതായി കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയല്ലേ? അതേപോലെ നല്ലൊരു ഇറക്കം വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് ഒരു പകുതി വരെയെങ്കിലും തിരിച്ച് കയറാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോഴും ഈ നിഫ്റ്റിയിലും ഇപ്പോൾ ഈ കാണുന്ന ബാങ്ക് നിഫ്റ്റിയിലും ഈ സെയിം കാര്യം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സെയിം കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ യെസ് ബാങ്കിൽ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല രീതിയിലുള്ളൊരു കയറ്റമായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എവിടെയെങ്കിലും ചെന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ചതിൻ്റെ പകുതിയിലേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കുമല്ലോ. അപ്പം നമ്മൾ ഇതാണ്ട് ഈ പോയിൻ്റ് ഉണ്ടല്ലോ, നല്ലോണം കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. ഈ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സമയത്ത് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പോയിട്ട് ഈ തിരിച്ചിറങ്ങുന്ന, അതായത് ഇവിടെ എവിടെയെങ്കിലും ആ ഒരു റെഡ് ക്യാൻഡിൽ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ തിരിച്ച് റെഡ് ക്യാൻഡിൽ രൂപപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. റെഡ് ക്യാൻഡിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്യും, തിരിച്ച് താഴേക്ക് പോകും. പിടികിട്ടിയോ? അതാണ് നമുക്കത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം ഞാൻ യെസ് ബാങ്കിൽ അത് പരിശോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയും ഈ സെയിം കാര്യം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടി ഇരിക്കുന്നു. അതേപോലെ തിരിച്ച് താഴേക്കാണ് സംഭവിക്കുന്നതെങ്കിൽ, താഴേക്ക് യെസ് ബാങ്കിലും ടാറ്റ മോട്ടോഴ്സിലും ഒക്കെ ചാർട്ട് നന്നായിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ ആ ഇറക്കം നിൽക്കുന്നു. ആ ഇറക്കം നിൽക്കുന്ന സമയത്ത് നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോയി നോക്കുക. അവിടെ തിരിച്ചൊരു കയറ്റം വരുന്നതായിട്ട്, ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ് രൂപപ്പെടുന്നതായിട്ട് കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇറക്കം തിരിച്ചെന്ത് ചെയ്യും, അതിൻ്റെ പകുതിയിലേക്കെങ്കിലും തിരിച്ച് കയറി വരുമെന്ന് നമുക്ക് ഒന്നും കൂടി ഉറപ്പിക്കാനുള്ള രണ്ട് ചാർട്ടുകളാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. ഓക്കെ, അപ്പോൾ ഇനി നിഫ്റ്റിയിൽ നമ്മളുടെ ആ ഒരു ട്രിക്കൊക്കെ വരുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇനി ബാങ്ക് നിഫ്റ്റിയിലും സെയിം ട്രിക്കുകളുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദാണ്ട് ആദ്യമേ കാണുന്നത് ദാണ്ട് ഈ ഒരു ഏരിയ, അതായത് 19-ാം തീയതി ഉള്ള ഈ ഒരു ചാർട്ടിൽ 19-ാം തീയതി ഉള്ള ചാർട്ടിൽ ദാണ്ട് ഇവിടെ ഇത്രയും എന്തായിരുന്നു, റെഡ് ക്യാൻഡിൽസ് ആയിരുന്നു അല്ലേ? ഇത് മൊത്തം റെഡ് ക്യാൻഡിൽസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ ഈ ഒരു ലെങ്തിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് കയറി വരിക എന്നുള്ളത്. ഇങ്ങനെ പകുതിയിലേക്ക് ഇത് കയറി വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ പുറകിലുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ പരിഗണിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പുറകിലുള്ള. അപ്പോൾ അതിനെയൊക്കെ പരിഗണിച്ചതാണ്ട് അത് അവിടെ ഒക്കെ വന്ന് മുട്ടി തിരിച്ച് വീണ്ടും താഴേക്ക് പോയിട്ടാണ് പിന്നെ ഇതെന്ത് ചെയ്തേക്കുന്നത്, കയറി വന്നേക്കുന്നത്. അപ്പോൾ അതൊരു പകുതിയിലേക്കെങ്കിലും ഈ സാധനം കയറി വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശരിയല്ലേ? ഒന്നതാണ്. അതേപോലെ പിന്നെ അടുപ്പിച്ച് വന്നേക്കുന്ന റെഡ് ക്യാൻഡിൽസ് ആണ്ട് ഈ ഏരിയയിൽ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ആ ലെങ്തിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് കയറി വരും. പകുതി വരുമ്പോൾ നാണ്ട് ഈ ഒരു റേഞ്ച് നമ്മളൊന്ന് പരിഗണിക്കണം. ഈ ഒരു റേഞ്ചിലേക്കെങ്കിലും കയറി വന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതും ഓക്കെയാണ്. പിന്നെ കാണുന്ന അടുപ്പിച്ചുള്ള ഗ്രീൻ ക്യാൻഡിലാണ് അല്ലേ? ഏതാണ്ട് ഇവിടം തൊട്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബഹളമാണ്. പിന്നെ അതായത് 19-ാം തീയതി അവസാനവും 20-ാം തീയതി ആദ്യവും അല്ലേ? അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ മൊത്തം ഗ്രീൻ ക്യാൻഡിൽസിൻ്റെ ബഹളമാണ്. ഇവിടെ എല്ലാം ഗ്രീൻ ക്യാൻഡിൽ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ച് എടുക്കാം അല്ലേ? പിന്നെ നോക്കുവാണെങ്കിൽ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു റേഞ്ച് വെച്ചിട്ട് നോക്കാം. ശരിക്കും ഇവിടെ നോക്കിയാൽ മതിയെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു റേഞ്ചിൻ്റെ നേരെ പകുതിയിലേക്ക് ഈ ഒരു സാധനം വരണം. പകുതി എന്ന് പറയുമ്പോൾ ദാണ്ട് ഇവിടെ എല്ലാം ഇത് അതിനെ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിന് മുമ്പായിട്ട് വരണമെങ്കിൽ ദാണ്ട് ഈ സാധനം ഇവിടെ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്, പകുതിയിലേക്ക് വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് കയറി വീണ്ടും താഴേക്ക് വരാൻ ശ്രമിച്ചു. വീണ്ടും ബയ്യേഴ്സ് കൂടുന്നു, ആൾ കയറുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു അല്ലേ? കണ്ടിട്ട് ആ 20-ാം തീയതി അവസാനം തന്നെ എന്ത് ചെയ്തു, ഇത് നേരെ നമ്മുടെ ആ പറഞ്ഞ പകുതിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം.
കണ്ടോ, പകുതിയുടെ പകുതിയിലേക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കാം. പിടികിട്ടിയ പകുതിയിലേക്ക് എത്തിയില്ല, പകുതിയുടെ പകുതിയിലാണ്. ആ 20-ാം തീയതി തന്നെ ചാർട്ട് എന്ത് ചെയ്തു, പകുതിയുടെ പകുതിയിലേക്ക് വന്നു. ഇനി നോക്കേണ്ടത്, അപ്പോൾ എങ്കിലും നമ്മളൊന്ന് ലോജിക്കലി നോക്കുക. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അവർ വിൽക്കണ്ടേ. അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് നേരെ ഇത്രയും ടോപ്പ് ലെങ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പകുതി എന്ന് പറഞ്ഞാൽ താണ്ട് ഏകദേശം ഇത് പകുതിയായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ അവിടേക്ക് തിരിച്ച് വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ചാർട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ പകുതിയിലേക്ക് പിറ്റേ ദിവസമാണ് 21-ാം തീയതിയാണ് തിരിച്ചിതിറങ്ങി ഇവിടേക്ക് വന്നേക്കുന്നത്. ഇനി 21-ാം തീയതി വെച്ച് നോക്കുവാണെങ്കിൽ 21-ാം തീയതി, അതായത് 20-ാം തീയതി താണ്ട് ഇവിടം തൊട്ട് 21-ാം തീയതി താണ്ട് ഇവിടം വരെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എല്ലാം റെഡ് ചാർട്ടാണ് അല്ലെങ്കിൽ റെഡ് ക്യാൻഡിലാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാമല്ലോ. നോക്കി, ഇതിൻ്റെ നേരെ പകുതിയിൽ ഈ ചാർട്ട് തിരിച്ച് കയറി വരുമോ എന്നുള്ളത്. ഈ ചാർട്ട് തിരിച്ച് കയറി വന്നു. ശരിയല്ലേ? അപ്പോഴും നമ്മൾ താണ്ട് പുറകിലുള്ളതാണ്ട് ഈ ഒരു കാര്യം പരിഗണിച്ചോണം. ഈ ഒരു ഏരിയയിൽ വന്ന് തട്ടാനുള്ള അത് പകുതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങ് പകുതി വരുന്നെങ്കിലും കറക്റ്റ് പോയിൻ്റൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, എങ്കിലേ അതിൻ്റെ ഒരു കറക്റ്റ് ആക്യുറസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു, ഇതിൻ്റെ പകുതിയിലേക്ക് താണ്ട് ഇത് ഇവിടെ വന്നിട്ട് കയറി അവിടെ മുട്ടിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങിപ്പോയി. എങ്കിലും ഇത് തിരിച്ച് കയറി പകുതിയുടെ ഇവിടം വരെ 21-ാം തീയതി തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ താണ്ട് നോക്കുവാണെങ്കിൽ 21-ാം തീയതി തന്നെ അവസാനത്തെ ഗ്രീൻ ക്യാൻഡിൽസ് അല്ലേ, ഇതെല്ലാം നല്ല ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. ഇത് മൊത്തം കയറിപ്പോയിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഒരു റെഡ് ക്യാൻഡിലാണ് രൂപപ്പെട്ടേക്കുന്നത്. എങ്കിലും തൊട്ടടുത്ത ദിവസം ഇത് മുകളിലേക്കുള്ളൊരു കയറ്റം ആയതുകൊണ്ട് ഇനി 22-ാം തീയതിയും നിഫ്റ്റിയിലും അങ്ങനെ തന്നെയായിരുന്നു, മുകളിലേക്കുള്ളൊരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ 22-ാം തീയതിയും മുകളിലേക്കുള്ള ട്രെൻഡ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ ട്രെൻഡിന് ശേഷം മാത്രമേ നമുക്കിനി പറയാനൊക്കത്തുള്ളൂ ഇതിൻ്റെ എന്താണ് സംഭവം. ഇതിൻ്റെ നേരെ പകുതി വരണമല്ലോ, മീൻസ് ഈ കയറ്റം ഇവിടം വരെ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ നേരെ പകുതി ഇവിടം വരെയെങ്കിലും ഈ സാധനം വരണം. ശരിയല്ലേ? അത് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ 22-ാം തീയതി ഉള്ള ഈ ക്യാൻഡിൽസ് ഇനി മുകളിലേക്ക് കയറുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയതിന് ശേഷമേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, കാരണം ഇവിടം കൊണ്ടാണോ ഇത് നിൽക്കുന്നത്, മീൻസ് ഇവിടം തൊട്ട് താഴോട്ട് ഇറങ്ങുമല്ലോ, ഇറങ്ങി ഇവിടാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതും റെഡ് ക്യാൻഡിലാണ്. ശരിയല്ലേ? തൊട്ടടുത്തത് ഗ്രീൻ ക്യാൻഡിൽ വന്നു, അതിൻ്റെയും തൊട്ടടുത്തത് ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. റെഡ് ക്യാൻഡിൽ വന്നിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ പൂർണ്ണമാകണം. ഓക്കെ, ഇത് 10 മിനിറ്റ് ആയതുകൊണ്ട് ഈ റെഡ് ക്യാൻഡിലിന് രൂപപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കും. ആ ഗ്രീൻ ക്യാൻഡിൽ പൂർത്തീകരിക്കുന്ന സമയമുണ്ടല്ലോ, ആ ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, ആ 10 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ ഇത് ഇവിടം വരെ വന്നിട്ടുള്ളൂ, ഇനി തിരിച്ച് കയറുകയാണെന്ന് നമുക്ക് പറയാനൊക്കത്തുള്ളൂ. അതേപോലെ ഇവിടെ ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിലാണ്, അതിന് ശേഷം ഒരു റെഡ് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഏകദേശം ഈ ഒരു റേഞ്ച് വരെയേ ഉള്ളൂ ഈ ഒരു കയറ്റം. ഓക്കെ, ഇനി തൊട്ടടുത്ത ക്യാൻഡിൽ തിരിച്ച് താഴേക്ക് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ മുകളിലേക്ക് പോകാം. അതായത് ഈ ഒരു ട്രെൻഡിനെ മുകളിലേക്ക്, അവസാനത്തെ ക്യാൻഡിൽസ് പറയുന്ന മുകളിലേക്കുള്ള ട്രെൻഡിനെ സാധൂകരിക്കണമെങ്കിൽ ഇങ്ങനെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ പോകാം. അതല്ലെങ്കിൽ മറ്റേ നിഫ്റ്റിയിലേക്ക് ബ്രേക്കൗട്ട് നടന്നേക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് മുകളിലേക്ക് തന്നെ കയറിയും പോയേക്കാം. എന്തായാലും ഇങ്ങനെ ഒരു പ്രതീക്ഷ ആണ് ഞാൻ കരുതുന്നത്. ഒന്ന് താഴെ വന്ന് മുട്ടിയിട്ട് പോയേക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം 22-ാം തീയതി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം.